നമ്മളെല്ലാവരും പ്രണയത്തിൻ്റെ ഉത്സവങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഇനി എത്ര അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ, അല്ലെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ ഈ എത്ര പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ, നമ്മളെല്ലാം പ്രണയത്തിൻ്റെ കാര്യത്തിൽ സെൽഫിഷ്നെസ് ആണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഏറ്റവും ഹൈ ലെവൽ അല്ലെ പീക്ക് ലെവലിലുള്ള സ്നേഹം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴെങ്കിലും ഒരു നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ ഇച്ചിരി സ്നേഹം കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തുമില്ല. അപ്പം അവിടെ എല്ലാം എപ്പോഴും എത്ര അപ്ഡേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം സെൽഫിഷ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉത്സവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രണ്ടുപേരും ഒരേ റേഞ്ചിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ടുള്ള കാര്യം എന്താ പറയുക, നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ ഒട്ടും പറയാതെ നമ്മുടെ കാര്യങ്ങൾ ഒട്ടും പറയാതെ നമ്മളെ മനസ്സിലാക്കി നമ്മൾക്ക് ഉത്സവം തരുന്ന, അല്ലെങ്കിൽ അത്രയും പ്രണയം കൊണ്ട് മൂടുന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ അയാളുടെ ജീവിതത്തിൽ മൊത്തം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തവും അവർക്ക് വേണ്ടി നമ്മുടെ പ്രണയം തെളിയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവിടെ ഒരിക്കലും പ്രണയം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകത്തില്ല. എപ്പോഴും നമ്മളെ മനസ്സിലാക്കി ഒന്നും പറയാതെ തന്നെ നമ്മളെ പ്രണയം കൊണ്ട് മൂടുന്നു, നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മളൊന്നും പറയാതെ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മളെ പ്രണയം കൊണ്ട് മൂടുന്ന ആൾക്കാർ എവിടെയാണോ അവിടെയാണ് ശരിക്കും പ്രണയത്തിൻ്റെ ഉത്സവങ്ങൾ ഉണ്ടാവുക, അല്ലയോ? അവിടെ സെൽഫിഷ്നെസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ അവിടെ ഉത്സവം എന്നും കാണും. അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ കൈ വിട്ട് കളയരുത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം പിടിച്ചോണം. പിന്നെ നാളത്തേക്ക് വെച്ചേക്കരുത്, അന്നേരം പോയി പ്രണയം പറയുകയും ചെയ്തോണം.